ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നാളത്തെ വിശേഷവും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന വിശേഷവും ഒക്കെ ആട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഏതായാലും നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ, നമ്മുടെ വൈജ ഇറങ്ങിപ്പോയതിന്റെ പിന്നാലെ 4 മക്കളും പുറകെ ചെന്നിട്ടുണ്ട്. ഏതായാലും പുറകെ ചെന്നതിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, വൈജയെ തിരിച്ചു കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വൈജ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത് അലീനെ ആ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ മുതലെങ്ങാണ്ട് നമ്മുടെ വൈജയ്ക്ക് കഷ്ടകാലം തുടങ്ങിയതാണ്. വൈജ അല്ല, ഇപ്പൊ നമ്മുടെ രോഹിത് ജയിലിൽ കയറാൻ കാരണം തന്നെ ആരാ? അലീനയാന്നുള്ളതൊക്കെയാണല്ലോ. ഇത് തന്നെയാണല്ലോ എപ്പോഴും പറയുന്നത്, ഇത് തന്നെയാ പാടിക്കൊണ്ട് നടക്കുന്നത് വൈജ. അപ്പൊ അത് തന്നെ പറയാനുള്ളൂ. ഏതായാലും എല്ലാം ഒക്കെ കഴിഞ്ഞ് നമ്മുടെ അലീനയാണെങ്കിൽ എന്നാ പിന്നെ കിച്ചണിൽ കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ. അവിടെ ആണെങ്കിൽ കമലയൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. പിള്ളേർക്കൊക്കെ വിശക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശിവനോട് സമ്മതം ചോദിച്ചിട്ട് കിച്ചണിലേക്ക് കയറി നമ്മുടെ മനു ഇതൊക്കെ ഇരുന്ന് ആശ്വസിക്കുമല്ലോ, ആസ്വദിക്കുകയാണ്. അപ്പൊ ആ ഒരു സീനൊക്കെ ആണല്ലോ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. ഇപ്പൊ വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവര് ഒരു ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ അങ്ങനെ കിച്ചണിലേക്ക് കയറി നമ്മുടെ അലീന കിച്ചണിലേക്ക് കയറി ഓരോന്നൊക്കെ ആയിട്ട് ഉണ്ടാക്കാണ്. ആദ്യം തന്നെ നമ്മുടെ അലീന ശിവൻ പറഞ്ഞതുപോലെ, ശിവശങ്കര മേനോൻ പറഞ്ഞതുപോലെ ഒരു അട്ടിപ്പൊളി കോഫി ഇട്ടിട്ട് നേരെ കൊണ്ട് കൊടുക്കുകയാണ്. ശിവശങ്കര മേനോന് കൊടുത്തു, അതുപോലെ കോഫി എല്ലാവർക്കും എടുത്തു. എല്ലാവർക്കും ഉള്ളത് ആ ഒരു ടേബിളെ വെച്ചു. ഏതായാലും ഇത് കുടിച്ച ഉടനെ തന്നെ നമ്മുടെ മനു പറയുന്നുണ്ട്, ഹോ എത്ര ദിവസമായെന്നറിയാമോ അലീനെ, നീ ഉണ്ടാക്കിയ ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു ചായ കുടിച്ചിട്ട് ഇതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതിനെ ഞാൻ അങ്ങോട്ടേക്ക് ഒരു ദിവസം വരണം എന്നോർത്തിരിക്കുമായിരുന്നു. ഏതായാലും നീ ഇങ്ങോട്ടേക്ക് വന്നത് നന്നായിന്ന്. അപ്പൊ നമ്മുടെ ശിവനും പറഞ്ഞു കേട്ടോ. ശിവനും അത് കുടിച്ചിട്ട് പറഞ്ഞു, ഹോ ഈ ഒരു സ്വാദ് ഒരിക്കലും നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടത്തില്ല, ഇതിനൊരു പ്രത്യേക സ്വാദ് തന്നെയാ. ഇതെങ്ങനെയാ അലീന ഇത്രയും സ്വാദുള്ള ഒരു കോഫിയും ചായയൊക്കെ ഉണ്ടാക്കാൻ നീ പഠിച്ചത്? നിന്നെ ആരാ പഠിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോ, ഇത് പ്രത്യേകിച്ച് എന്നെ ആരും പഠിപ്പിച്ചൊന്നുമില്ല, ബ്രിജിത്താമ്മയാണല്ലോ ഞങ്ങളെ എല്ലാരെയും പഠിപ്പിച്ചത്. അതുപോലെ പഠിപ്പിച്ചതനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് തോന്നുന്നതാ, ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ നല്ലതാണ് എന്ന് നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് തോന്നുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബബിത ഉണ്ടായിരുന്നു, അവിടെ രോഹിത് ഉണ്ടായിരുന്നു, കൃഷ്ണമോൾ ഉണ്ടായിരുന്നു, രഞ്ജിനിയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ കൃഷ്ണമോൾ പറഞ്ഞു, പിന്നെ അങ്ങനെയൊന്നും പറയുകയൊന്നും വേണ്ട, അല്ലെങ്കിലും അലീന ചേച്ചി ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അത് ഞങ്ങൾക്ക് അലീന ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, അത് അലീന ചേച്ചിയുടെ കൈപ്പുണ്യം തന്നെയാണ്. പിന്നെ അലീന ചേച്ചി ഉണ്ടാക്കുമ്പോൾ അലീന ചേച്ചി ആ ഭക്ഷണത്തിന്റെ കൂടെ ഇടുന്ന ആ ഒരു സ്നേഹമൊക്കെ ഇല്ലേ, അതാ, അല്ലാതെ ഞങ്ങളുടെ സ്നേഹമല്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഈ ഒരു സമയത്ത് കമലയും നമ്മുടെ വൈജയും കൂടെ മാറിപ്പോയി നിന്ന് ഭയങ്കര സംസാരമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കമല നേരെ വൈജയുടെ റൂമിലേക്ക് ചെന്ന ഉടനെ തന്നെ, കണ്ടില്ലേ കമലയിടത്തി അവളെ എന്നിങ്ങനെ ചോദിച്ചപ്പം പറഞ്ഞു, ഹോ പണ്ടാരത്തിന് ഞാൻ കണ്ടു, എന്ത് ചെയ്യാനാ, ഇനിയിപ്പോ ഒരു രക്ഷയും ഇല്ലല്ലോ, അവൾ എന്തിനിപ്പോ ഇങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം വൈജ പറഞ്ഞു, എനിക്കറിയില്ല അവൾ എന്തിനിങ്ങോട്ട് കയറി വന്നിരിക്കുന്നതാ, ഇനിയിപ്പോ വേറെ ഒന്നും അല്ല, ചിലപ്പോ മനുവിനെ മയക്കി ചാക്കിലാക്കാനായിരിക്കും കയറി വന്നിരിക്കുന്നതെന്ന് പറയുമ്പോ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അവളെ ഞാൻ ഈ വീട്ടിൽ വെച്ച് പൊറപ്പിക്കത്തില്ല. ഒരു മിനിറ്റ് നേരം എനിക്ക് അവളെ ഈ വീട്ടിൽ നിർത്താൻ ഇഷ്ടമല്ല. പിന്നെയല്ലേ മണിക്കൂറോളം അല്ലാത്ത വർഷങ്ങളോളം എന്റെ മകന്റെ ഭാര്യയായിട്ട് എന്റെ മരുമകളായിട്ട് ഞാൻ ഇവിടെ വെച്ച് പൊറപ്പിക്കുന്നു തോന്നുന്നുണ്ടോ വൈജയ്? അവളെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ നോക്ക്, അതാ വൈജയ് നീ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ, അതിനുള്ള കാര്യങ്ങളല്ലേ കമലയിടത്തി ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്, അതിന് നീ ഇതൊക്കെ ചെയ്താൽ മതിയോ? നീ ഇപ്പൊ ഈ വീട്ടിൽ വന്ന് നിന്നെന്ന് ഓർത്തുകൊണ്ടൊന്നും ഇനിയിപ്പോ ബാലചന്ദ്രനോ അതുപോലെ തന്നെ അലീനയൊന്നും ആ വീട്ടിൽ നിന്ന് പോകാൻ പോകുന്നില്ല. നീ ചെയ്യേണ്ടത്, നീ ആദ്യം ഒരു വാടക വീടൊക്കെ എടുത്തില്ലേ, അങ്ങോട്ടേക്ക് മാറാൻ നോക്കുക, അല്ലാതെ ഇതിന് വേറൊരു മാർഗം ഇല്ലാന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ വൈജയ്ക്ക് കാര്യം പിടികിട്ടി. കമലയ്ക്ക് ആ വീട്ടിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല, നമ്മുടെ വൈജ ആ വീട്ടിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല. കമലയോട് മുഖത്തടിച്ച പോലെ തന്നെ നമ്മുടെ വൈജ ചോദിച്ചു, അല്ല കമലയിടത്തി എന്താ ഓർത്തത്, ഞാന് ഈ വീട്ടിൽ സ്ഥിരതാമസത്തിന് വന്നതാണെന്നോ? അതുകൊണ്ടാണോ കമലയിടത്തി ഇങ്ങനെ എന്നോട് പറയുന്നത്? ഞാൻ ഈ വീട്ടിൽ സ്ഥിരതാമസത്തിന് വന്നൊന്നുമല്ല, ഞാൻ ഈ വീട്ടിൽ വന്നതേ എന്റെ അമ്മയെ കാണണം, എന്റെ ആങ്ങളമാരെ കാണണം, അതിനൊക്കെ വേണ്ടി തന്നെയാ. അത് 2-3 ദിവസം വൈജ ഈ വീട്ടിൽ നിൽക്കായിരിക്കും, അല്ലാതെ ആര് തരുന്ന ഒരു എച്ചിലും തിന്നുകൊണ്ട് വൈജ നിൽക്കാൻ പോകുന്നില്ല. വൈജയ്ക്ക് ഒരു ജോലിയുണ്ട്. ഇപ്പം വൈജയ്ക്ക് ജോലി എടുക്കാൻ ആവതില്ല എങ്കിലേ വൈജയുടെ അക്കൗണ്ടില് ലക്ഷക്കണക്കിന് പൈസ കിടപ്പുണ്ട്, വൈജയ്ക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, അല്ല വൈജ, ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാകുന്നത്? ഇങ്ങനെ പോയി കഴിഞ്ഞാലേ ഒരിക്കലും ശരിയാകത്തില്ല. നീ അവിടെ ഇവിടെ നിൽക്കും, അവിടെ ഇവിടെ നിന്നെന്ന് ഓർത്തോണ്ട കാര്യമില്ല. നമ്മള് അവളെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കുക ചെയ്യേണ്ടത്, അവളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞയക്കുക ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അതിനുള്ള വഴി ഞാൻ നോക്കുന്നുണ്ട്. ഏതായാലും കമലയിടത്തി അത് ഓർത്ത് പേടിക്കണ്ട. പിന്നെ കമലയിടത്തി പേടിക്കാനുള്ളത് മോനുണ്ടല്ലോ മനു, അവനെ ഓർത്തിട്ട് പേടിച്ചാൽ മാത്രം മതി. അവനാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, അലീനയുടെ പുറകെ മണപ്പിച്ച് നടക്കുന്നത്.
ഇപ്പൊ വേണമെങ്കിൽ ചെന്ന് നോക്ക്. അവനെ അലീനയുടെ ചുറ്റും കറങ്ങി നടക്കുന്നുണ്ടായിരിക്കും. അവൻ ഈ മണപ്പിച്ച് നടക്കുന്ന കാലം അത്രയും എനിക്കല്ല അലീന ഭാരം, നിങ്ങൾക്ക് തന്നെയാ ഭാരമാവുന്നത് അവള്. ഈ വീട്ടില് നല്ല ഏതെങ്കിലും വീട്ടിൽ നിന്ന് ഒരു മരുമോള് കയറി വരാനുള്ളതല്ലേ. അവളെ ഈ വീട്ടില് മരുമകളായിട്ട് സ്വീകരിക്കാൻ കമലയിടത്തേക്ക് പറ്റുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ ഇവളെ ഞാൻ വെച്ച് പൊറപ്പിക്കാം ഇവിടെ. അവളെ ഞാൻ ഇങ്ങോട്ടേക്ക് എന്റെ മരുമകളായിട്ടെങ്ങാണം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഈ വൈജയുടെ അല്ല സോറി കമലയുടെ ശ്വാസം നിലയ്ക്കും. വൈജ അന്ന് ഇതേപോലെ കെട്ടിത്തൂങ്ങി വല്ലതും ചാകും. അതായിരിക്കും ഈ വൈജ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കമല എന്ത് ചെയ്തു, അങ്ങ് പോയി. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമല തുള്ളിത്തെറിച്ച് നേരെ ശിവശങ്കര മേനോന്റെ അടുത്തേക്ക് ചെല്ലാണ്. അങ്ങനെ ശിവശങ്കര മേനോന്റെ അടുത്തേക്ക് ചെല്ലുന്ന വഴിക്കാണ് അലീന അടുക്കളയെ പാചകം ചെയ്യുകയും കാര്യങ്ങളൊക്കെ കണ്ടത്. സഹിക്കുവോ? അലീന അടുക്കളയിൽ നിൽക്കുന്നത് കണ്ടത് നേരെ നമ്മുടെ കമല ചെന്നിട്ട് നിന്നോട് ആരാടി ഇങ്ങോട്ടേക്ക് കയറാൻ പറഞ്ഞത്, നീ എന്തിനാടി ഈ അടുക്കളയിലേക്ക് കയറിയതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഇവിടെ ഒന്നും ഇല്ല ആന്റി, അതും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കയറിയത്. അപ്പൊ ആന്റിയോ? ആരുടെ ആന്റി? എന്നെ നീ വിളിച്ചു പോകരുത്. ഞാനൊരു കാര്യം പറഞ്ഞപ്പോ എന്റെ അടുക്കളയിൽ നിന്ന് നീ മാറിപ്പോകാൻ നോക്കിയ, നീ ഇപ്പൊ പതുക്കെ കയറി അടുക്കളയിൽ കയറി നീ വീട്ടിനകത്ത് കയറാനുള്ള നിന്റെ പ്രകടനമല്ലേ ഇത്? അതിവിടെ നടക്കാൻ പോകുന്നില്ല. അടുക്കളയിൽ കയറി പറ്റിയിരിക്കുന്നത്, ഇറങ്ങിപ്പോടിയെന്ന് പറഞ്ഞപ്പോ അത് പിന്നെ ആന്റി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ കയറിയത് ഭക്ഷണം ഉണ്ടാക്കാനാ. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഉള്ള എല്ലാവർക്കും ഭക്ഷണം കഴിക്കണ്ടേ. അതുപോലെ തന്നെ മുത്തശ്ശിക്ക് വല്ലതും കൊടുക്കണ്ടേ സമയത്തിനും കാലത്തിലും. ഓ പിന്നെ മുത്തശ്ശിക്ക് സമയത്തും കാലത്തും കൊടുപ്പിക്കാനാണോ നീ ഇങ്ങോട്ട് വന്നത്? മര്യാദയ്ക്ക് ഇറങ്ങി പോകാനാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ശിവൻ വന്നിട്ട് എന്താ വൈജയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, വൈജയെന്നല്ല കമലയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും കമല പറഞ്ഞു ആരോടെ ഇവളെ ഇങ്ങോട്ടേക്ക് നിങ്ങൾ കയറ്റാൻ പറഞ്ഞെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശിവൻ പറഞ്ഞു അത് പിന്നെ അവള് അടുക്കളയിൽ കയറി ജോലി ചെയ്തെന്ന് ഓർത്ത് എന്താ കുഴപ്പം ഇരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശിവശങ്കര മേനോന്റെ കയ്യെ പിടിച്ചോണ്ടങ്ങ് വലിച്ചോണ്ടങ്ങ് പോയി കമല. എന്നിട്ട് കമല പറഞ്ഞു അല്ല നിങ്ങളുടെ ഉദ്ദേശം എന്താ? അല്ല മോന് പറയുന്നത് പോലെ അവൾ ഇവിടെ മരുമകളായിട്ട് ആനയിച്ചിരുത്താനാണോ നിങ്ങളുടെ ഉദ്ദേശം? അങ്ങനെ അവളെ ഇവിടെ ഇരുത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. അവൾ ഈ വീട്ടില് വലതുകാല് വെച്ച് കയറുന്ന ആ ദിവസം ഞാൻ അവളുടെ ഇടതുകാല് മുറിക്കും. പിന്നെ അവൾ എങ്ങനെ ഈ വീട്ടിൽ കയറുന്ന എനിക്ക് അറിയണമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശിവശങ്കരമേനോൻ പറഞ്ഞു എന്റെ പൊന്നു കമല നീ ഒന്ന് നിർത്ത്. നീ 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 എന്തിനാ ഇതൊക്കെ പറയുന്നത്? അല്ല ഇനിയിപ്പം അലീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഓർത്ത് എന്താ ഇപ്പം പ്രശ്നം ഇരിക്കുന്നത്? അലീന ബാലചന്ദ്രന്റെ മകളാന്നല്ലേ പറയുന്നത്. ബാലചന്ദ്രന്റെ മകള് മുറയ്ക്കാരാ? നമ്മുടെ മനുവിന്റെ മുറപ്പെണ്ണ്. അപ്പൊ പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഓ പിന്നെ മുറപ്പെണ്ണ് വന്നേക്കുന്നു. അവളെ ഇവിടെ ഞാൻ വിളിച്ചു കയറ്റാം, മുറപ്പെണ്ണായിട്ട് വിളിച്ചു കയറ്റിയും അവന്റെ ഭാര്യയായിട്ട് സ്വീകരിച്ച് ഞാൻ അവൾക്ക് വെച്ച് വിളമ്പി കൊടുക്കാം. ഞാൻ പറഞ്ഞു എന്തൊക്കെ വന്നാലും ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. അവളെ ഇവിടെ എങ്ങാനും വിളിച്ച് കയറ്റിയിട്ടുണ്ടെങ്കില് പിന്നെ കമല മേലാല് ഈ വീട്ടിലേക്ക് വരത്തില്ല. കമലയ്ക്ക് ഇങ്ങനെ ഒരു മോൻ ഇല്ലെന്നങ്ങ് കമല അങ്ങ് വിചാരിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും കമല നീ അടങ്ങ്. അതിനിപ്പോ അവൻ കെട്ടിക്കൊണ്ട് വന്നൊന്നുമില്ലല്ലോ. അവളിപ്പൊ വന്നിരിക്കുന്ന ഉദ്ദേശം അതിനും അല്ലല്ലോ. അവൾ വന്നിരിക്കുന്ന ഉദ്ദേശം അതിനൊക്കെ തന്നെയാ. പതുക്കെ എല്ലാവരുടെയും മനസ്സിൽ പിടിച്ച് കേറിയിട്ടുണ്ടല്ലോ അവൾ ആദ്യം എന്താ ചെയ്തത്? ബാലചന്ദ്രന്റെ കയ്യിലെടുത്തു. അത് കഴിഞ്ഞിട്ട് അവൾ എന്ത് ചെയ്തു? ബാലചന്ദ്രന്റെ മകളാണെന്ന് പറയുന്നുണ്ടല്ലോ. ബാലചന്ദ്രന്റെ മകളാണെന്ന് പറയാൻ എന്ത് തെളിവാ ബാലചന്ദ്രന്റെ കയ്യിലുള്ളത്? എവിടെന്നോ വലിഞ്ഞു കയറി ഒരുത്തി വന്നു അവളെ അങ്ങ് മകളാക്കി. അപ്പൊ പിന്നെ മകളാവുമോ? പിന്നെ പതുക്കെ കൃഷ്ണനെ കയ്യിലെടുത്തു. പിന്നെ ഇപ്പൊ നിങ്ങളെയും നിങ്ങളുടെ സഹോദരങ്ങളെയും കയ്യിലെടുത്ത് 2 മക്കളുണ്ടായിരുന്നു വൈജയുടെ വശത്ത് നിന്ന് 2 മക്കള് ബബിതയും രോഹിത്തും. അവരെ രണ്ടുപേരെയും കയ്യിലെടുത്തു. പിന്നെ പറയാനില്ലല്ലോ, മനുവിനെ വന്നതേ അവള് കയ്യിലെടുത്തു. പിന്നെ മുത്തശ്ശി നിങ്ങളുടെ തള്ളേനെയും കയ്യിലെടുത്തു. ഇനി കയ്യിലെടുക്കാനുള്ളത് ഞാനും വൈജയും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളെ കയ്യിലെടുക്കാനേ നമുക്ക് പറ്റത്തില്ല. കാരണം കുടുംബം തകർക്കുന്ന അവളെ ഞങ്ങൾക്ക് അംഗീകരിക്കാനേ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളെ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ഞങ്ങള് ഭാര്യമാരാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവളെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ നോക്കുന്നത്. അപ്പോഴത്തേക്കുമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. കെട്ടിക്കൊണ്ട് വരാനിരിക്കുമല്ലേ. ഇപ്പൊ ഞാൻ അവളെ കേറ്റാന്നൊക്കെ പറഞ്ഞിട്ട് കമല തുള്ളിത്തെറിച്ച് അങ്ങ് പോയി കേട്ടോ. ഏതായാലും ഇതൊക്കെ പകുതി മുക്കിന് മൂലയിലൊക്കെ നിന്നുകൊണ്ട് നമ്മുടെ മനു കേൾക്കണുണ്ടായിരുന്നു. മനു ഏതായാലും ചെന്നു നമ്മുടെ ശിവശങ്കര മേനോന്റെ അടുത്ത് ചെന്നിട്ട് അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഏതായാലും അലീനയുടെ കാര്യം അത് ഇപ്പം നമ്മൾ എടുക്കേണ്ട തീരുമാനമല്ലല്ലോ. അലീനയുടെ കാര്യം ഇപ്പം എടുക്കേണ്ട തീരുമാനമല്ല. അലീനയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനിടെ തീരുമാനിക്കാനുണ്ട്. അവളുടെ ഭാവി നിർണ്ണയിക്കാനുണ്ട്. അവളുടെ അച്ഛൻ, അവളുടെ അമ്മ, ഇതൊക്കെ അവളെ തിരിച്ചറിയാനുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും മനുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാന്ന് ഈ പറയുന്ന നമ്മുടെ ശിവശങ്കര മേനോനും അറിയാം. അത് കഴിഞ്ഞിട്ട് മനു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മതി ഞാൻ അലീനെ ഇങ്ങോട്ട് സ്വീകരിക്കണോ, അലീനെ എന്റെ ഭാര്യയാക്കണോ എന്നൊക്കെ ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ഞാനങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സുകൊണ്ട് തീരുമാനിച്ചത് തന്നെയാണ്. അത് ഞാൻ പതിയെ ചെയ്യുക തന്നെ ചെയ്യും. അതിപ്പം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അതെനിക്കറിയേണ്ട ആവശ്യമില്ലല്ലോ. പതിയെ ഞാൻ എല്ലാം അച്ഛനോട് പറയാം. ഞാൻ എന്ത് കാര്യം ചെയ്താലും നിങ്ങളോട് പറയാതെ ഒന്നും ചെയ്യത്തില്ല, എല്ലാം ഞാൻ നിങ്ങളോട് പറയുക തന്നെ ചെയ്യുന്നു പറഞ്ഞപ്പോഴത്തേക്കും എടാ മനു, ഇനിയിപ്പം നിന്റെ അമ്മ പറയുന്നതിനോട് എനിക്ക് എതിർത്ത് നിൽക്കാനൊന്നും പറ്റത്തില്ല. കാരണം
ഏതൊരു അമ്മയ്ക്കും ആഗ്രഹം കാണുമല്ലോ, തന്റെ മകളുടെ ഭാവിയെക്കുറിച്ച് ഒരു സ്വപ്നം കാണുമല്ലോ. നിന്നെ 10 മാസം ചുമന്ന് പ്രസവിച്ചതല്ലേ, നിന്നെ വളർത്തിയതല്ലേ, ഈ നിലയ്ക്ക് എത്തിച്ചതല്ലേ. കമല എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കരിയൊക്കെ തന്നെയാണ്. അവൾക്ക് നേരും നെറിയൊന്നും അറിയത്തില്ല. വായി തോന്നുന്ന എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമെങ്കിലും നിങ്ങളെ പ്രസവിച്ച് വളർത്തിയത് അവളല്ലേ. അപ്പം അതിന്റെ ഒരു മാന്യത കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോ അതിന്റെയൊക്കെ മാന്യത കൊടുക്കുന്നുണ്ട് അച്ഛാ. ഞാൻ ഇതിൽ കൂടുതൽ മാന്യത എന്നോട് കൊടുക്കാൻ പറയില്ല. ആവശ്യത്തിലധികം മാന്യത കൊടുത്തു തന്നെയാണ് ഞാൻ അമ്മേനെ മുമ്പിൽ നിർത്തിയത്. അമ്മ കാണിക്കുന്ന എല്ലാ സകല കൊള്ളരുതായ്മയ്ക്കും കൂട്ടു നിൽക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. അമ്മയൊക്കെ തന്നെയാണ്. പക്ഷെ തെറ്റ് ചെയ്താൽ തെറ്റാന്ന് തന്നെ ഞാൻ പറയും. പിന്നെ അച്ഛനോട് എനിക്ക് പറയാനുള്ളത്, ഭാര്യയെ സ്നേഹിക്കാം, ഭാര്യ ചെയ്യുന്ന കാര്യങ്ങളോട് എല്ലാത്തിനോടും കൂട്ടുനിന്ന് പിന്നെ തെറ്റിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അത്രയ്ക്ക് നല്ല നടപടിയുള്ള കേസൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനു അങ്ങ് പോയിട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മുടെ അലീന ഭക്ഷണമൊക്കെ വെച്ച് വിളമ്പുകയാണ്. എല്ലാവർക്കും വെച്ച് വിളമ്പി. ഇതിനിടയിൽ നമ്മുടെ അലീന ഭക്ഷണം കൊടുക്കാനായിട്ട്, അതായത് ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാരെയും വിളിച്ചു. അതിന്റെ കൂടെ ബബിതയും രോഹിത്തും എല്ലാവരും കൂടെ ചേർന്ന് വൈജയനെ വിളിക്കുക ഭക്ഷണം കഴിക്കാനായിട്ട്. ഏതായാലും ആ മുറിയിലേക്ക് ചെന്നു. ആ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നമ്മുടെ കമലയും വൈജയും നിപ്പുണ്ട്. അപ്പൊ ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞപ്പോഴത്തേക്കും വരുവോ, അവരുടെ ആത്മാഭിമാനം സമ്മതിക്കുവോ? ഒരിക്കലും അലീന ഉണ്ടാക്കിയ ഭക്ഷണം ഭക്ഷിക്കത്തില്ല. അത് ഉറപ്പായ കേസ് തന്നെയാണ്. അങ്ങനെ വൈജയും കമലയും ഒറ്റക്കാലെ തപസ് ചെയ്യാനുണ്ട്. അവളുണ്ടാക്കിയ ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ട, അവളുണ്ടാക്കിയ ഭക്ഷണം ഞാൻ കഴിക്കുന്നില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല, അത് കഴിക്കാൻ മേലാഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് അവളെ വീണ്ടും കെട്ടി ഒരുക്കിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാ? ഭക്ഷണം കൊടുക്കാനായിട്ടോ? ഭക്ഷണം വെച്ച് വിളമ്പാനോ? അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു തന്നെ വാശി പിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സമയത്ത് മനു പറഞ്ഞു, എന്തിന്റെ ആവശ്യമാ, നിങ്ങൾക്ക് പോയി വിളിക്കേണ്ട ആവശ്യമുണ്ട്. വിശപ്പുള്ളവർ കഴിക്കും. വിശപ്പുള്ളവരെ എപ്പോഴാണെങ്കിലും ഭക്ഷണം കഴിക്കും. വെറുതെ പോയി നാണം കണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അലീന എല്ലാവർക്കും ഭക്ഷണമൊക്കെ വെച്ച് വിളമ്പി കൊടുക്കാണ് കേട്ടോ നാളത്തെ എപ്പിസോഡിൽ. ഏതായാലും വലിയ സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുന്നു. പിന്നെ നമ്മുടെ രോഹിത്തും ബബിതയും പിന്നെ നമ്മുടെ രഞ്ജിനി എന്ന് പറഞ്ഞാല് നമ്മുടെ മനുവിന്റെ പെങ്ങള്, മനുവും അതുപോലെ എല്ലാവരും കൂടെ ക്യാരംസ് കളിക്കുമ്പോഴത്തേക്കും അലീന വരുന്നുണ്ട്. അപ്പൊ അലീനയും മനുവും ഒക്കെ കൂടി നിന്ന് ക്യാരംസ് കളിക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് ഒട്ടും പിടിക്കുന്നില്ല നമ്മുടെ കമലയ്ക്ക്. മനു ആണെങ്കിൽ അലീനയുടെ പുറകെ ഇങ്ങനെ നടക്കൂലോ. അപ്പം അതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ കമലയ്ക്ക് കുരു പൊട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനിടയ്ക്ക് രാജീവ് വിളിക്കുന്നുണ്ട്. രാജീവ് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുകയാണ് വൈജയുടെ. എന്ത് ചെയ്യാനാണ്, അവള് പിടിച്ച മുയലിന് ഇത്ര കൊമ്പ് എന്നും പറഞ്ഞുകൊണ്ട് അവൾ ഇനി പോകുന്നില്ലെന്ന് തന്നെയാ പറയുന്നത്. മക്കളെല്ലാരും കൂടെ ഇറങ്ങി വന്നത് എന്തിനാ? അവളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. എന്നിട്ട് കൊണ്ടുപോകുന്നില്ലെന്നല്ല, കൂടെ പോകുന്നില്ല, അവള് പോവില്ല എന്ന് തന്നെ പറഞ്ഞാ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ നമുക്കെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തീരുമാനം ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ പറയാനല്ലേ പറ്റത്തുള്ളൂ. ഇത്രയും പ്രായമായി, അവക്ക് സ്വയമേ തീരുമാനം എടുക്കാനുള്ള ഒരു ഇതുണ്ട്. നമ്മള് നിർബന്ധിക്കുന്നതിനൊരു പരിധി ഇല്ലേ എന്ന് രാജീവിനോട് പറഞ്ഞപ്പം ഉടനെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് രാജീവൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത്. അപ്പൊ ഇതിനോടൊപ്പം തന്നെ ഇനിയിപ്പോ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന 2-3 സീൻസ് ഒക്കെ ഞാൻ പറയാം. 2-3 സീൻസ് അല്ല, 2-3 എപ്പിസോഡ് ഒരു ചെറിയ രീതിയിൽ ഞാൻ പറയാം. നമ്മുടെ രോഹിത്ത് പള്ളിയിലച്ഛന്റെ അല്ല, നമ്മുടെ അലീനയുടെ വായിൽ നിന്ന് തന്നെ കേട്ടു, എന്റെ അച്ഛൻ ആരാണ്, എന്റെ അമ്മ ആരാണെന്ന് എനിക്ക് അറിയാമെന്ന്. അപ്പൊ രോഹിത്ത് ചോദിക്കുന്നുണ്ട് അലീനയോട്, ഫാദറിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞല്ലോ അലീന ചേച്ചി, അച്ഛൻ ആരാ അമ്മ ആരാന്നൊക്കെ അറിയാന്ന്. അത് ആരാന്ന് അറിയാമെങ്കിൽ പറഞ്ഞൂടെ, എന്റെ അച്ഛൻ തന്നെയാണോ അലീന ചേച്ചിയുടെ അച്ഛൻ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് വല്ലാത്തൊരു ഇത് തന്നെയാണ്. അലീനയ്ക്ക് ഉത്തരം മുട്ടിപ്പോകുന്ന ഒരു അവസ്ഥ. അലീന ഒരിക്കലും നമ്മുടെ രോഹിത്തിന്റെ കയ്യിൽ നിന്ന് അതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ വൈജ പുതിയ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. വൈജ കുറച്ച് തന്ത്രപരമായിട്ട് കളിച്ച് അലീനെ അവിടെ നിന്ന് ചാടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. കുറച്ച് കുതന്ത്രമൊക്കെ നമ്മുടെ വൈജ മെനയുന്നുണ്ട്. അതിന് സപ്പോർട്ടായിട്ട് ഇപ്പൊ കമലയും കൂടെ നിൽക്കുകയാണ്, വൈജയുടെ കൂടെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ആങ്ങളമാരെല്ലാവരും കൂടെ ചേർന്ന് അലീനയെ പുറത്താക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആങ്ങളമാരെല്ലാരും കൂടെ ചേർന്ന് വേറൊന്നുമല്ല, അവര് അലീനയെ വേറെ എങ്ങോട്ടേലും മാറ്റി പാർപ്പിച്ച് അലീനയ്ക്കുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. പക്ഷെ അലീനയെ സ്വീകരിക്കാൻ പറ്റത്തില്ല നമ്മുടെ വൈജയുടെ മകളായിട്ട് അവർക്ക്. അത് പറയാനും പറ്റത്തില്ല. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തീർന്നു നമ്മുടെ വൈജയുടെ ജീവിതം. മാത്രമല്ല വൈജ സത്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അലീന ഇവിടുന്ന് പോയ ഉടനെ തന്നെ വൈജ സത്യങ്ങളൊക്കെ അറിയുകയും ചെയ്യും. അപ്പൊ അലീനെ ഇവിടുന്ന് മാറ്റാൻ പറ്റുമോ? അതുമില്ല. അല്ല, അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് ആങ്ങളമാരെല്ലാരും കൂടെ ചേർന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് സീനുകളൊക്കെ ഇനി വരാൻ പോകുന്നത് കേട്ടോ. അപ്പം എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ അലീനയെ മനു വിവാഹം ചെയ്യുവോ? അലീനയ്ക്ക് ഒരു താല്പര്യം അങ്ങോട്ടേക്ക് മനുവിനോടില്ല, അങ്ങനെ വിവാഹത്തിനോടായിട്ടൊരു താല്പര്യം ഇല്ല. പക്ഷെ അതിലും ഒരു ട്വിസ്റ്റ് ഉണ്ട്. അത് നമുക്ക് ഈ ആഴ്ച അറിയാൻ പറ്റും. നമ്മുടെ അലീന പറയുന്നുണ്ട് മനുവേട്ടനെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കാണാം. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷങ്ങളാണ്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ.